ലോഡ് ഇറക്കിയ തൊഴിലാളികളോട് സംസാരിക്കുക മാത്രമാണെന്നും ഒന്ന് തൊടുക പോലും ചെയ്തില്ലെന്ന് CITU പറയുമ്പോൾ അത് പാടെ തള്ളുന്നതാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. നിയമപ്രകാരം ചുമട്ടുതൊഴിലാളികളാണ് ലോഡ് ഇറക്കേണ്ടതെന്ന് പറയുകയാണ് ചെയ്തതെന്നും CITUക്കാർ ചേർന്നാണ് വീണ ആളെ ആശുപത്രിയിൽ എത്തിച്ചതെന്നുമാണ് CITU മലപ്പുറം ജില്ലാ സെക്രട്ടറി MB ഫൈസൽ പറഞ്ഞത്. അവിടുത്തെ തൊഴില് നഷ്ടപ്പെടുന്ന ഘട്ടം വന്നപ്പോൾ ഇവര് സംസാരിക്കാൻ വേണ്ടി വരികയാണ്. ഈ സംസാരത്തിന്റെ ഭാഗമായി ബിൽഡിംഗ് ഓണറും അതുപോലെ തന്നെ കരാറുകാരനും വിളിച്ചു പറയുന്ന അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ പിരിഞ്ഞു പോരുകയാണ്. ആ പിരിഞ്ഞു പോരുന്ന സമയത്താണ് ഇങ്ങനൊരു തൊഴിലാളി വീണിട്ടുണ്ട് കാണുന്നില്ല എന്നുള്ള പറഞ്ഞപ്പോ ഇവര് കൂടിയാണ് തെരയുന്നത് ഇയാളെ. എന്നാൽ ചങ്ങരംകുളം പോലീസിന്റെ FIR അങ്ങനെയല്ല. കൈകൊണ്ടും ഫൈബർ ട്യൂബ് ലൈറ്റ് കൊണ്ടും CITUക്കാർ തൊഴിലാളികളെ അടിച്ചു പരിക്കേൽപ്പിച്ചെന്നാണ് പോലീസ് പറയുന്നത്. മനഃപൂർവ്വമായി പരിക്കേൽപ്പിക്കുക, സംഘം ചേർന്ന് ആക്രമിക്കുക, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, അസഭ്യം പറയുക എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് 10 പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഭയന്നോടി കെട്ടിടത്തിൽ നിന്ന് ചാടിയ തൊഴിലാളിയുടെ ഇരുകാലുകളും ഒടിഞ്ഞിരുന്നു. 23-കാരനായ ഫയാസ് ഷാജഹാൻ ചികിത്സയിൽ തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെയും CITUവിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നെറികേടുകൾ പലയിടങ്ങളിൽ നിന്നായി സംസ്ഥാനത്തിന്റെ പലയിടത്തു നിന്നുമായി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ വീണ്ടും നമുക്ക് അപലപിക്കേണ്ടി വരികയാണ്. നേതൃത്വം അതേസമയം ഈ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുന്നു, ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മയൊക്കെ തന്നെ അതിശയിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാൻ ഡോക്ടർ B ജയരാജ്, ഇടത് സഹയാത്രികൻ, ഒപ്പം രോഹിത്, KPCCയുടെ അംഗം, ശ്രീ MK ഹരിദാസ്, പ്രോപ്പർ ചാനൽ എന്ന സംഘടനയുടെ പ്രതിനിധി. ശ്രീ രോഹിത്, അതായത് CITU ജില്ലാ നേതൃത്വം പ്രതികരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ അവിടേക്ക് ഈ CITU നേതാക്കൾ അല്ലെങ്കിൽ തൊഴിലാളികൾ അവർക്ക് നിയമപരമായിട്ട് അവകാശപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എത്തുന്നത്. അങ്ങനെ ചോദിക്കുക മാത്രമാണ് ചെയ്തത്. ഒരു തമ്മിൽ തല്ലോ അല്ലെങ്കിൽ അവരെ വിരട്ടി ഓടിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതേസമയം നമ്മുടെ മുന്നിലുള്ളത് അങ്ങ് മുകളിലത്തെ നിലയിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ഒരു യുവാവ് താഴേക്ക് ചാടി ജീവൻ പോയില്ല അല്ലെങ്കിൽ മറ്റൊന്നും നമുക്ക് സംഭവിച്ചില്ല ആ യുവാവിന് എന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. CITUവിന്റെ വാദങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ? എന്താണ് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ? അല്ല, CITU ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദങ്ങൾക്ക് ഒരടിസ്ഥാനമോ ഒരു ന്യായീകരണത്തിനോ യാതൊരു സ്കോപ്പും ഇല്ല. നമുക്കറിയാം, നമ്മുടെ തൊഴിലിടങ്ങളിലൊക്കെ തൊഴിലാളി തർക്കങ്ങൾ സ്വാഭാവികമാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഇത്തരം ഒരു CITU തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ട് സമീപിക്കാൻ പറ്റാവുന്ന ഒരുപാട് വകുപ്പുകൾ കേരളത്തിലുണ്ട്. തൊഴിൽ വകുപ്പിനെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കാവുന്നതാണ്. മറിച്ച് ഇവിടെ സംഭവിക്കുന്ന എന്താണ്, എടപ്പാൾ, ഇപ്പം ഞാനും കൂടി താമസിക്കുന്ന സ്ഥലമാണ് ഈ എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലം. അവിടെ 10-30 വരുന്ന CITUവിൻ്റെ ഗുണ്ടാ സംഘം ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ച് കയറി പട്ടികവടിയും അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റും എടുത്ത് അവിടെ ഇതൊന്നും അറിയാത്ത ഇവിടെ CITU തൊഴിലാളികളെ രാത്രി ലഭിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഈ പറയുന്ന ലോഡൊന്ന് ഇറക്കി വയ്ക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾ, ജീവിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. ഇപ്പം ഇതിൽ പരിക്കേറ്റ ഫയാസ് ഷാജഹാൻ എന്ന് പറയുന്ന ആൾ എടപ്പാളുകാരനോ മലപ്പുറം ജില്ലയല്ല, തെക്കൻ ജില്ലയിൽ നിന്ന് വന്നുകൊണ്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ ഉൾപ്പെടെയുള്ള ആളുകളെ ഒരു സംഘം വന്നുകൊണ്ട് വ്യാപകമായിട്ട് ആക്രമണം അഴിച്ചു വിടുകയും ഇതിൽ വളരെ ഭയാശങ്കയോടുകൂടി ആളുകൾ ഓടിക്കയറുകയാണ് ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക്. ഇവിടെ ഫയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ദൈവഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ജീവൻ കിട്ടാൻ വേണ്ടി, ഇവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചാടി അദ്ദേഹത്തിൻ്റെ 2 കാലുകളും ഒടിഞ്ഞ് ഇന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. ഈ സംഭവം കഴിഞ്ഞ് മണിക്കൂറുകൾ ഇത്രയായി. ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ FIRമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ആരാണ് പ്രതികൾ, ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പോ പോലീസോ ഈ സമയം വരെ സ്വീകരിച്ചിട്ടുണ്ടോ? ഈ സമ്മർദ്ദമൊക്കെ വന്നു. ആ സ്ഥാപനത്തിന്റെ ഉടമ പോലും ഇന്നലെയൊക്കെ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ജീവിക്കണം. സ്വാഭാവികമായും അദ്ദേഹമൊക്കെ അവ്യക്തമായിട്ടാണ് മറുപടി നൽകിയത്. കാരണം ഭയമാണുള്ളിൽ. ഈ പരിക്കേറ്റ് 2 കാലും നഷ്ടപ്പെട്ട് ചൊവ്വാഴ്ച ശസ്ത്രക്രിയയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായി, അറിയാമല്ലോ ഈ മേഖലയിലേക്ക് വരുന്നത് അത്രമേൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണ് ആളുകൾ. അപ്പോൾ ഒരു ദിവസം പോലും മാറി നിന്ന് കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ അന്നം മുടങ്ങിയാണ്. എന്നിട്ടും ഭയത്തോടുകൂടി പറയാൻ മുട്ട് വിറക്കിയാണ്, വാക്കുകൾ കിട്ടുന്നില്ല. കാരണം ഇതൊരു അധോലോക സംഘമാണ്. അധോലോക സംഘം. കാരണം മുഷ്ടി ചുരുട്ടി വരികയാണ്, വന്നങ്ങ് ഇടിക്കുന്നു, ആക്രോശിക്കുന്നു, ഓടുന്നു. എന്തായാലും താഴത്തെ നിലയിൽ താഴെ വെച്ചൊരു സംഭവം ഉണ്ടാകാതെ ഈ വ്യക്തി
വെറുതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങ് ഓടി മുകളിലേക്ക് ഓടി 4-5 നില ഓടിയിട്ട് അവിടെ നിന്നും എടുത്തു ചാടുമോ എന്നുള്ളത് മനുഷ്യൻ ചിന്തിക്കണം, നാട്ടുകാർ ചിന്തിക്കണം. ഒന്നുമല്ലെങ്കിൽ ഈ ജില്ലാ പ്രസിഡന്റ് CATUവിന്റെ പറയുകയാണ് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആത്മഹത്യാ ശ്രമമായിരുന്നു ഈ സംഭവിച്ചത്. രോഹിത്, ഒരു കാര്യം, പോലീസ് സമ്മർദ്ദത്തിന്റെ ഒടുവിൽ കേസ് എടുത്തു എന്ന് പറയുന്നു. ന്യായമായ രീതിയിൽ കേസ് എടുത്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ പയ്യന് 2 കാല് ക്ഷതമേറ്റു, ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയിലാണ്. വധശ്രമ വകുപ്പ് എടുക്കേണ്ട കേസല്ലേ ഇത്? കാര്യക്ഷമമായി പോലീസ് ഇതിൽ പരിശോധന നടത്തിയിട്ടുണ്ടോ? CATUവിന്റെ സമ്മർദ്ദം പോലീസിന് മേലുണ്ടോ രോഹിത്? അല്ല, ഇവിടെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പേ ബന്ധപ്പെട്ട പോലീസ് അധികാരികളോടൊക്കെ ഞങ്ങളിത് സംസാരിക്കുമ്പോൾ ഞങ്ങൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വളരെ ദുർബലമായിട്ടുള്ള വകുപ്പുകളാണ് FIRൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ആക്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും വിളിക്കുന്നവരോട് സംസാരിക്കേണ്ട എന്ന തരത്തിലാണ് പോലീസിന് പോലും നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ CITUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് വളരെ ഔദാര്യത്തോടു കൂടി പറയുകയാണ്, ഞങ്ങളുടെ ആളുകൾ തന്നെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. എന്ത് വലിയ മഹാപ്രവൃത്തി ചെയ്ത പോലെയാണ്. ഒരു ചെറുപ്പക്കാരനെ ആക്രമിച്ച് ഓടി ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറ്റി അവസാനം അവൻ ജീവരക്ഷാർത്ഥനം ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് ചാടി 2 കാലും ഒടിഞ്ഞതിന് ശേഷം പറയുകയാണ്, ഞങ്ങളാണ് ആ ചെറുപ്പക്കാരനെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നതെന്ന്. ഇപ്പം ഞങ്ങൾക്ക് എടപ്പാളിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് ഈ കെട്ടിട ഉടമയെയും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനം തുടങ്ങാൻ പോകുന്ന ആളുകളെയൊക്കെ വളരെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിന്, രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനത്തിനൊക്കെ വശപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇവരുടെ ഈ ചെറുപ്പക്കാരൻ്റെ ചികിത്സാ ചെലവ് ഞങ്ങൾ പൂർണ്ണമായി വഹിച്ചുകൊള്ളാം, ഞങ്ങൾ നഷ്ടപരിഹാരം ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറണം തരത്തിലുള്ള ഭീഷണിയുടെ രൂപത്തിലും സമ്മർദ്ദത്തിന്റെ രൂപത്തിലുള്ള നിരവധിയായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ CPM സത്യത്തിൽ ഒരു അധോലോക സംഘത്തിനപ്പുറത്ത് ഇതൊരു പൊതുശല്യമായി മാറിയിരിക്കുകയാണ്. CPIM എന്ന് പറയുന്ന പാർട്ടിയും അവരുടെ ഉത്തരവാദിത്തപ്പെട്ട പോഷക സംഘടനകളും കേരളത്തിൽ ഒരു പൊതുശല്യമായി പ്രഖ്യാപിക്കേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ഇപ്പൊ ഇന്നലെ SFI ആയിരുന്നെങ്കിൽ കാര്യവട്ടം ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയിൽ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്ന SFI നമ്മൾ കണ്ടു. കൊയിലാണ്ടിയുടെ ഏരിയ സെക്രട്ടറി പറയുന്നത് പ്രിൻസിപ്പാളിന്റെ 2 കാലും തല്ലിയൊടിക്കുമെന്നാണ്. അപ്പൊ ഇവരുടെ വ്യത്യസ്തങ്ങളായ സംഘടനകൾ, രോഹിത്, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ MK ഹരിദാസ്, കാരണം ഇത് വലതുപക്ഷ മാധ്യമങ്ങൾ പാർട്ടി സെക്രട്ടറിയൊക്കെ പറയുമല്ലോ, ഓരോ ദിവസവും വന്ന് പറയുന്നത് വലതുപക്ഷ മാധ്യമങ്ങളുടെ ഗൂഢാലോചന, പാർട്ടിയെ തകർക്കാനുള്ള ശ്രമം, ഒരു വിദ്യാർത്ഥി മുന്നേറ്റ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം. ആ SFIയുടെ നമ്മൾ പറയുമ്പോൾ ഒരുപാട് പേര് ആശുപത്രിയിലടക്കം ചികിത്സയിലാണ്. ഇന്നിപ്പോൾ CATUവിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അവിടെ കൃത്യമായ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിക്കുന്നത് ഭാഗ്യം ഈ വിഷയത്തിൽ അവിടുത്തെ നേതാക്കന്മാർ. കാരണം മുഖ്യമന്ത്രി ഒരു നരേറ്റീവ് അങ്ങനെ സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിയമസഭയിൽ 2 ദിവസം കൂടി ഇത് കേട്ടതാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഇത് വളമായി മാറുകയാണ്. മാത്രമല്ല ഈ വിഷയത്തിലെ ഈ സ്പെസിഫിക് ഈ സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു കെട്ടിട നിർമ്മാണത്തിലൊക്കെ ഏർപ്പെട്ടാൽ അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് സാധന സാമഗ്രികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് തനിയെ ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇറക്കി വെക്കാം, അല്ലെങ്കിൽ യന്ത്ര സാമഗ്രികൾ കൊണ്ട് അത് ഇറക്കി വെക്കാം. സുപ്രീം കോടതിയുടെ വളരെ ഹൈക്കോടതിയുടെ എത്രയോ തവണ ഈ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്, ഉത്തരവുകളുണ്ട്. അപ്പോൾ ഇതൊന്നും മാനിക്കാതെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത് CMK ഹരിദാസ്? ഹൈക്കോടതി വിധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സ്വന്തം സ്ഥാപനത്തിലേക്ക് വരുന്ന ചരക്ക് അത് എന്തായാലും അത് യന്ത്രം ഉപയോഗിച്ചോ ഇഷ്ടപ്പെട്ട വ്യക്തിയോ തൊഴിലുടമയ്ക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയോ കൊണ്ടോ ഇറക്കുന്നതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളുമില്ല. അതിനാവശ്യമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ്. പക്ഷെ പ്രതീക്ഷ, ഈ കേസ് ഈ ഹൈക്കോടതിയുടെ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു 10-12 വിധികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കളക്ട് ചെയ്യുകയാണെങ്കിൽ 100 വിധികൾ കളക്ട് ചെയ്യാണ്ട്. കാരണം ഇന്ത്യയിലത്തെ 28 സ്റ്റേറ്റിലും ഹൈക്കോടതികളിലെ, അതായത് ഈ CITU എന്ന് പറയുന്ന സംഘടനയുടെ ഇത്തരത്തിലുള്ള തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഞ്ച് പ്രവർത്തിക്കുന്നില്ല. CITU എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ്. ഈ കയറ്റിറക്ക് തൊഴിലാളികളുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഞ്ച് പ്രവർത്തിക്കുന്നില്ല. കേരള ഹൈക്കോടതിയിൽ ഒരു ബെഞ്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം അഭിമാനം കൊള്ളണം. അതായത് കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്ന ഖ്യാതി നിലനിൽക്കുകയാണെന്ന് ആലോചിക്കണം. അത്തരം ഒരു സാഹചര്യത്തിൽ വേണം ഇതൊക്കെ കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ലോക കേരള സഭ നടത്തേണ്ട ഒരുവിധ ആവശ്യവുമില്ല. ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ, ഞാൻ ഈയിടെ ഈ ബാംഗ്ലൂർ ബിസിനസ് നടത്തുന്ന ഒരു മലയാളിയോട്, നിങ്ങളുടെ ആ യൂണിറ്റ് ഇവിടെ തുടങ്ങിയാൽ ഞാൻ ചെയ്യുന്ന ബിസിനസിന്റെ സാധനങ്ങൾ എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് കിട്ടില്ലേ, ഞാൻ സൗകര്യങ്ങൾ ചെയ്തു തരാം, ഇവിടെ ചെയ്തുകൂടെ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത് എന്താണെന്നറിയോ?
ഞാൻ മനസമാധാനമായിട്ട് ഈ പ്രസ്ഥാനം കൊണ്ടു നടക്കണതിന് ഹരിദാസിന് വലിയ വിഷമമുണ്ടില്ലേ? ലാൽ ജണ്ട ഉള്ളയിടത്ത് ഇത്തരത്തിലുള്ള യാതൊരു സംഗതിയും ചെയ്യരുത് എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള മലയാളികൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ കേരളത്തിൽ ഒരു ബിസിനസ്സും ഒരു യൂണിറ്റും ഞങ്ങൾ തുടങ്ങാൻ പോകുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ഖ്യാതി നിലനിൽക്കുകയാണ്. കോടികൾ ചെലവാക്കിയിട്ട് ലോക കേരള സഭ പോലുള്ളവര് ഇവിടേക്ക് നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടി നടത്തുന്നത്. ഒരു ലോക കേരള സഭയും ഒരു രൂപ ചെലവാക്കിയിട്ട് നടത്തേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഈ CITU എന്ന് പറയുന്ന ഈ തൊഴിലാളി സംഘടനയുടെ ഗുണ്ടായിസം പ്രതീക്ഷിത് മുഴുവൻ പറയാൻ എന്നെ സമ്മതിക്കണം. 20 വർഷക്കാലം കെട്ടിട നിർമ്മാണ മേഖലയില് CITU എന്ന് പറയുന്ന തൊഴിലാളി സംഘടനയുടെ ക്രൂര പീഡനത്തിനിരയായിട്ട് ആത്മഹത്യ ചെയ്യാൻ പല രാത്രികളിലും തീരുമാനിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അവസാനം 50,000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ആ ജോലി വലിച്ചെറിഞ്ഞിട്ട് 20,000 രൂപയുടെ ശമ്പളത്തിന്റെ ജോലിക്ക് പോയ ഒരു വ്യക്തിയാണ് ഞാൻ. CITU എന്ന് പറയുന്ന ഒരൊറ്റ തൊഴിലാളി സംഘടനയുടെ കെട്ടിട നിർമ്മാണ മേഖലയില്. അപ്പൊ ഞാൻ ഇതിന്റെ വിക്ടിമായത് കൊണ്ട് പറയാണ്. പിന്നെ ഇവിടെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് CITUവിന്റെ ഒരാൾ പറഞ്ഞതിനെ നമ്മൾ കൊല്ലം പയ്മലിലെ ഒരു സൂപ്പർ മാർക്കറ്റ് മുതലാളിയെ അദ്ദേഹം ചരക്കിതുമാതിരി തന്നെ എന്തോ ഒരു ചെറിയ പിക്കപ്പിൽ വന്ന സാധനം ഇറക്കി എന്ന് പറഞ്ഞിട്ട് കുറെ തൊഴിലാളികൾ ചവിട്ടിക്കൂട്ടുന്ന ഒരു സംഭവം ഉണ്ടായി 2023 ആദ്യ കാലഘട്ടത്തില്. അന്നും അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ ആ തൊഴിലാളി ആ സൂപ്പർ മാർക്കറ്റ് ഉടമയെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ്. എടവനക്കാട് ഒരു ദളിത് സ്ത്രീ നടത്തുന്ന ഗ്യാസ് ഏജൻസിക്കെതിരായിട്ട് ഒരു CITUവിന്റെ ജില്ലാ നേതാവ്, അദ്ദേഹം പിന്നീട് മറ്റേ മിനി കൂപ്പർ കാറ് വാങ്ങിയ പ്രശ്നമൊക്കെ ആയിട്ട് ഇപ്പൊ അദ്ദേഹത്തെ ഒഴിച്ചു നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വെല്ലുവിളി കേട്ടപ്പോഴും പറഞ്ഞത് അതിന് പേര് പറയാൻ പാടില്ല, പേര് പറയാൻ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പാടില്ല, ഞങ്ങൾക്ക് ജീവിക്കണം. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് അങ്ങേയറ്റം അപകടകരമായ ഒരു വിഷയത്തിലാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത്. കാരണം സംഘടിത ശക്തിക്ക് മുമ്പിൽ അസംഘടിതരായിട്ടുള്ള ഇവിടുത്തെ നമ്മൾ പറയില്ലേ കച്ചവട സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും ഒരു വീട് വെക്കാൻ വരെ തയ്യാറാകുന്ന വ്യക്തി. അതായത് ആലപ്പുഴയിൽ ഒരു വീട് വെക്കാൻ ഒരു വ്യക്തി തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന 35,000 രൂപയുടെ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി 45,000 രൂപ ചോദിച്ചവരാണ് ഈ CITUക്കാര്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ഉപകരണങ്ങൾ സ്കാനിങ് മെഷീൻ അടക്കമുള്ളത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് ഇറക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണെന്ന് ആലോചിക്കണം. അവസാനം അവിടുത്തെ ഡോക്ടർമാരും കമ്പൗണ്ടർമാരും നേഴ്സുമാരും കൂടിയിട്ട് അത് ഇറക്കി. കാരണം അതിന് ഇറക്കുകൂലി സർക്കാരിൽ നിന്നും കിട്ടില്ല. അപ്പൊ ഇത്തരത്തിലെ ഒരു ആശുപത്രിയിലേക്ക് വരുന്ന സാധനം പോലും ഇറക്കുന്ന കാര്യത്തിൽ തൊഴിൽ തർക്കങ്ങളിൽ ഏർപ്പെടുന്ന ഈ CITUവിനെ നിയന്ത്രിക്കാതെ നമ്മുടെ കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി വളരും എന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റാണ്. സാജൻ, പുനലൂരിലെ ഒരു പ്രവാസി, ഒരുപാട് ഇരകൾ നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു വനിതാ സംരംഭകയെ എന്തൊക്കെ മ്ലേച്ഛമായിട്ടുള്ള പദപ്രയോഗങ്ങൾ പറയുന്നു. അധികാരത്തിന്റെ ഹുങ്കോടുകൂടി ഞങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണെന്നാണ് അന്ന് കയ്യൂക്ക് കാട്ടിക്കൊണ്ട് ആ സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ അങ്ങോട്ട് കയ്യൂക്ക് കാട്ടി ചെല്ലുന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു തിരുത്തുണ്ടായിട്ടുണ്ടോ? ഈ അവിടെയൊക്കെ തന്നെ പ്രതിസ്ഥാനത്ത് നിന്ന ആളുകൾ ഇതേ പ്രസ്ഥാനത്തിന്റെ പല വിഭാഗങ്ങളിൽ താക്കോൽ സ്ഥാനത്ത് വീണ്ടും തുടരുകയാണ്. എന്തെങ്കിലും ഒരു തിരുത്ത് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഈ പോലീസിന്റെ കാര്യം നോക്കൂ. പോലീസ് ഇവിടെ ഈ ആത്മാർത്ഥമായി ഈ സംഭവത്തിൽ കേസെടുക്കേണ്ടതാണ്. മറ്റൊരു സമാനമായ സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വധശ്രമം അടക്കം ഇട്ട് അപ്പോഴേ പ്രതികളെ പൊക്കി അകത്താക്കണം. കാരണം ഒരു കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് ഇങ്ങനെ ശ്വാസം വലിച്ച ആ 2 കാലുകൾ വേദനയോടുകൂടി സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അച്ഛനൊക്കെ ഭയമാണ്. അപ്പൊ അച്ഛൻ പറയുന്ന ആ കെട്ടിട ഉടമയ്ക്ക് ഭയമാണ്. അദ്ദേഹം പറയും ഇനി ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കണ്ടേ, കാരണം അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം പോക്കാണല്ലോ എന്ന് പറയണം. അപ്പോൾ ആ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം താങ്കൾക്ക് എങ്ങനെ വിവരിക്കാനാകും ശ്രീ ഹരിദാസ്? നോക്കൂ പ്രതീക്ഷ, നോക്കുകൂലി മുക്ത സംസ്ഥാനം, നോക്കുകൂലി മുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കേണ്ട ഗതികേടിലേക്ക് കേരളം എത്തി എന്ന് പറഞ്ഞാൽ, അതായത് നോക്കുകൂലി കൊടുക്കണ്ടെന്ന്, അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കേരളം പിറവിയെടുത്തിട്ട് 64 കൊല്ലത്തിന് ശേഷം അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തേണ്ട അവസ്ഥയിലേക്ക് ഇവിടുത്തെ നോക്കുകൂലി എന്ന് പറയുന്ന ക്യാൻസർ വളർത്താൻ വേണ്ടിയിട്ട് ആരാണ് ഇതിനൊക്കെ വെള്ളവും വളവും വെച്ചു കൊടുത്തത്? അപ്പൊ നോക്കുകൂലി ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. ഈ നോക്കുകൂലി മുക്ത സംസ്ഥാനമായിട്ടോ ജില്ലയായിട്ടോ പ്രഖ്യാപിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇന്നും ടിപ്പറിൽ സാധനങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ആ ടിപ്പർ അടിക്കുന്നത് എവിടെയാണോ അവിടെ കയ്യും കെട്ടിയിട്ട് ഒരാൾ നോക്കി നിൽക്കുന്നുണ്ടാവും തണലത്ത്. അത് എത്ര ടിപ്പർ വന്നു എന്നുള്ളത്, അതിന്റെ കൃത്യമായിട്ടുള്ള പൈസ മേടിക്കാൻ വേണ്ടിയിട്ട്. പ്രതീക്ഷ, ഞാൻ നേരത്തെ പറഞ്ഞത് ഹൈക്കോടതി വിധികളിലെല്ലാം തന്നെ ഈ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് പോലീസാണ്. ഇതിന്റെ 2ാം റെസ്പോണ്ടന്റ് ആയിട്ട് നിൽക്കുന്നത് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറാണ്, സ്റ്റേഷൻ ഹെഡ് ഓഫീസറാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു തൊഴിൽ തർക്കം ഉണ്ടായാൽ നമ്മൾ ഈ സർക്കിളിനെ വിളിക്കുന്നു, സർക്കിൾ SIയോട് പറയുന്നു. SIയുടെ ജീപ്പ് സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടും മുമ്പ് ഇവരുടെ പാർട്ടി ഓഫീസിൽ നിന്ന് ഫോൺ വരികയാണ്, തൽക്കാലം ആ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസ് തിരിച്ചു പോകുന്നു. എന്താണ് ഈ തൊഴിലുടമ ചെയ്യുക? എന്താണ് ഈ തൊഴിലുടമയ്ക്ക് ചെയ്യാൻ പറ്റുക? പിന്നീട് ഇവരുടെ ഈ സംഘടിത ശക്തിക്ക് മുമ്പിൽ വഴങ്ങിക്കൊണ്ട് 2,000 രൂപയ്ക്ക് ഇറക്കേണ്ട
ഇറക്കേണ്ട സാധനത്തിന് 6000 രൂപയ്ക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് നിസ്സഹായനായിട്ട് ആ പൈസ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ തൊഴിലുടമകൾ എത്തുകയല്ലേ ഈ കേരളത്തില്? എന്താണ് ഇവിടുത്തെ ഈ അവസ്ഥ? ഈ അവസ്ഥ പരിഹരിക്കാൻ ഇതും ഈ പറഞ്ഞ മാതിരി തന്നെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് സമ്മതിക്കണം. അത് ആ കോൺഗ്രസിന്റെ നേതാവ് പറയുമ്പോഴേക്കും താങ്കൾ ഇടപെട്ടു. അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന, അവരുടെ തൊഴിലാളി സംഘടന, ആ വിഭാഗത്തിന്റെ എല്ലാ സംഘടനകൾ കൊണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലുള്ള ഒരു പൊറുതിമുട്ടുണ്ടെങ്കിൽ അത് തിരുത്തലല്ല, ഞങ്ങൾ തിരുത്തപ്പെടില്ല എന്നുള്ളത് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ബി ജയരാജ്, അങ്ങനെയാണോ? നാടിനോടുള്ള വെല്ലുവിളിയാണോ നടത്തുന്നത്? കാരണം ഈ തിരുത്തൽ എന്ന് പറയുന്ന പാർട്ടിയുടേതായ സ്വന്തം പ്രക്രിയയാണ്. അപ്പോഴും ഈ പൊതുജനങ്ങൾക്ക് ക്ഷതമേൽക്കേണ്ടി വരുന്നു, പരിക്കേൽക്കേണ്ടി വരുന്നു. അവിടെയും പല പല ന്യായങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങളുടെ ആസൂത്രിത ശ്രമങ്ങൾ, തിരക്കഥകൾ, ഇതാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. സഭയിൽ മുഖ്യമന്ത്രി ഇതൊന്നും കണ്ടിട്ട് പോലുമില്ല. കൺമുന്നിൽ വന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തലതല്ലി പൊളിച്ചാലും ഹെൽമറ്റ് കൊണ്ട് ആക്രമിക്കപ്പെട്ടാലും അതുവരെയുള്ള കാര്യങ്ങൾ, അതിന് തൊട്ട് മുൻപ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹവും കാണുന്നുണ്ട്. ഈ CATUവിന്റെ വിഷയത്തിൽ ഇത് ന്യായീകരിക്കാൻ കഴിയാവുന്നതാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് ഈ നടന്നത്, ഈ ചെറുപ്പക്കാരൻ്റെ 2 കാലുകൾ ഒടിഞ്ഞത്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ച മാധ്യമ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിൽ വരുന്ന സോഷ്യൽ മീഡിയ വീഡിയോസ്, അതുപോലെ തന്നെ ഞാൻ വായിക്കുന്ന പത്രങ്ങൾ, ഇതിനെല്ലാം കൂടെ ഞാൻ SPSS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കി. അപ്പോൾ അതിനകത്ത് 99% വാർത്തകളും എന്തിനെതിരെയാണ് വരുന്നത്? നേരത്തെ ഇപ്പം നടത്തി EV ഹരിദാസ് സാറ് പറഞ്ഞു നിർത്തിയതുപോലെ CITUവിനെതിരെ, SFIക്കെതിരെ, DYFIക്കെതിരെ, CPMനെതിരെ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന വേറൊരു സംഘടന, അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു നാക്കുപിഴയുണ്ടായി. ചുമട്ടിറക്ക് തൊഴിലാളി എന്ന് പറഞ്ഞാൽ = CITU എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം സംസാരിച്ചു. ഞാനൊരു വീട് വെച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വട്ടിയൂർക്കാവിലാണ് തിരുവനന്തപുരത്ത് വീട് വെച്ചത്. ആ വീട് വെച്ച സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നിരന്തരമായ ശല്യം ഉണ്ടായത് BMSന്റെ ട്രേഡ് യൂണിയനിൽപ്പെട്ട ആളുകളായിരുന്നു. CITക്കാരൊക്കെ വളരെ മാന്യമായി ഇടപെട്ടു. INTUCക്കാർ, ഇനി INTUCക്കാരെയും AITUCക്കാരുടെ കളർ കണ്ട്, ഉടുപ്പ് കണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. CITക്കാരുടെ നീലവസ്ത്രമാണ്, AITUCക്കാരുടെ ചുവന്ന വസ്ത്രമാണ്. അത് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ നോക്കുമ്പം എല്ലാം ചുവന്ന നിറമെന്ന് കാണുമ്പോൾ ഇടതുപക്ഷം ഒന്ന് കൂട്ടി വായിക്കാനൊക്കെയുള്ള പൊതുജനത്തിന് അറിയാൻ വയ്യാത്തൊരു സംഭവം കൂടി ഇതിനകത്തുണ്ട്. വസ്ത്രത്തിൻ്റെ നിറം കണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. BMS തന്നെ തിരിച്ചറിയാം, കാവി കളർ ഇടുന്നതുകൊണ്ട്. ഇതാണ് സംഭവം. ഇവരെല്ലാവരും കൂടെ ജോയിൻ്റ് ആയിട്ടാണ് വരുന്നത് പലപ്പോഴും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നോക്കുകുത്തി ഒന്നും ഇവിടെയില്ല. കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളുള്ളത്. സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ പോലുള്ള സ്ഥലങ്ങളിൽ, ടെക്നോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ, ഇൻഫോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. ഇത് ഒരുവിധമെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞു. ഒറ്റപ്പെട്ട തെറ്റായും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാം. അതൊന്നും ഞാൻ പൂർണ്ണമായി തുടച്ചു നീക്കിയെന്നൊന്നും പറയുന്നില്ല. ഒരു സോഷ്യൽ ഈവിളിനെ തുടച്ചു നീക്കുമ്പം അത് പൂർണ്ണമായും ഇല്ല എന്ന് നമുക്ക് അവകാശപ്പെടാനാവില്ല. അതുപോലെ എടുത്തു കാണിക്കാൻ, ചൂണ്ടിക്കാണിക്കാൻ 1-2 സംഭവങ്ങളുണ്ടാകും. പക്ഷേ എന്തായാലും ഇവിടെ ഈ നടന്നത്, ഇയാൾ അതായത് പ്രാണന് ഭയന്ന് ഓടി രക്ഷപ്പെട്ട് മേളിൽ നിന്ന് എടുത്ത് താഴെ ചാടി എന്നുള്ളത്, അതിൻ്റെ വസ്തുതകളൊന്നും വെളിയിൽ വന്നിട്ടില്ല കൃത്യമായിട്ടുള്ളത്. പോലീസ് FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട്. നാളെ അതിൻ്റെ വാസ്തവമായിട്ടുള്ള വാർത്തകൾ കൂടെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ആരുടെ കുഴപ്പമാണ്? അങ്ങ് കണ്ട വാസ്തവ പ്രശ്നം എന്താണ്? അതല്ല, ഇതിനിപ്പം എന്താണ് സംഭവിച്ചത്? ഈ പയ്യനിങ്ങനെ അവർ ഓടിച്ചിട്ട് ചാടിയതാണോ, അതോ ഈ പയ്യൻ ഓടിക്കയറി ചാടിയതാണോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നടക്കുമല്ലോ. അന്വേഷണം കഴിഞ്ഞ് റിപ്പോർട്ട് ആത്മഹത്യാ ശ്രമം വല്ലതും ആയിരിക്കുമോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് പാനിക് സ്ട്രിക്കൺ ആയിരിക്കും. ഒരു ക്രൗഡ് വരുന്നത് കണ്ട് ഓടിപ്പോയെന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു റൂട്ട് മാർച്ച് നടക്കുമ്പം അത് കണ്ടിട്ട് പേടിച്ചോടി, പോലീസ് അടിക്കാൻ വന്നെന്ന് പറഞ്ഞ് പേടിച്ചോടി കുളത്ത് വീണ് മരിച്ചവരൊക്കെ ഉണ്ട്. അതിനെ നമുക്ക് പാനിക് അറ്റാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു പാനിക്കലി ഡ്രിവൺ സിറ്റുവേഷനാണ്. ഒരു സിറ്റുവേഷൻ ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ പറ്റില്ല. അല്ലാതെ ഇവർ ഓടിച്ച് 5ാം നില വരെ ഓടിച്ച് മേളിൽ ചെന്നിട്ട് ഹോളിവുഡ് സിനിമയിൽ, ജാക്കി ചാൻ സിനിമയിൽ കാണുന്നതാണ് പോലെ എടുത്ത് മേളിൽ നിന്ന് എടുത്ത് ചാടിയതൊന്നും ആവാൻ അത്രയ്ക്കൊന്നും അങ്ങ് എക്സാഗ്രേറ്റ് ചെയ്യുന്നത് ശരിയല്ല. അത്രയ്ക്കൊന്നും എക്സാഗ്രേഷൻ വേണ്ട. ഈ ഭാരം ചുമന്ന് ഭാരമെടുത്ത് ഇത്രയും ദിവസമായി ഈ പത്തനാപുരത്തുകാരനായ ഇന്ന് ഈ വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുന്ന ഈ യുവാവ് മനോനില തെറ്റിയ ആളല്ല. പറയട്ടെ. അപ്പോൾ രാവിലെ അല്ലെ ഏതെങ്കിലും ഒരു സമയത്ത് കുറച്ച് തൊഴിലാളികൾ വരികയാണ്. അവരെ കാണുന്ന മാത്രയിൽ അവര് സംസാരിക്കുകയാണ്. നമുക്കൊന്ന് ആ ചിത്രം, ആ ഒരു സാഹചര്യം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് താങ്കളൊന്ന് മനസ്സിൽ രൂപപ്പെടുത്തൂ.
അത് ആ സമയത്ത് പെട്ടെന്ന് ഓടി എല്ലാവരും ചിതറി ഓടുന്നു. ഒരാൾ ഏറ്റവും മുകളിൽ ചേരുന്നു. ആ മുകളിൽ ആലോചിക്കണം, 5ാമത്തെ നില അല്ലെ 3ാം നില 4ാമത്തെ നില ആയിക്കോട്ടെ, അവിടെ നിന്നും അടുത്ത കെട്ടിടത്തിലേക്ക് ചാടണമെങ്കിൽ എന്തായിരിക്കും നോർമലി സംഭവിക്കുക സാർ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. റൂട്ട് മാർച്ച് കണ്ടിട്ട്, പോലീസിന്റെ റൂട്ട് മാർച്ച് കണ്ടിട്ട് ആളുകൾ ചിതറി ഓടാറില്ലേ? ആളുകൾ കിണറ്റിലും കുളത്തിലും വീഴാറില്ലേ? ചീട്ടുകളി സംഘം ചീട്ട് കളിക്കുന്നവരെ പിടിക്കാൻ വരുന്നുണ്ട്, ആളുകൾ ഇറങ്ങി ഓടി ആളുകൾ അപകട മരണം സംഭവിക്കാറില്ലേ? ഇതൊക്കെ നടക്കുന്നത് കേരളത്തിൽ തന്നെയാണല്ലോ. ഒരു ക്രൗഡ് വരുന്നുണ്ട്, ചിലർക്ക് ഫൈറ്റ് റിയാക്ഷൻ ആണ്, അഡ്രിനാലിൻ പമ്പ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഫൈറ്റ് ചെയ്യും, ഫ്ലൈറ്റ് ചെയ്യണമെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യും. അതാണ് ഈ ഓടി രക്ഷപ്പെടുന്നത്. വേറെ എങ്ങും സ്ഥലമില്ലാത്ത മേളിലോട്ട് ഓടിയപ്പം താഴേക്കെടുത്ത് ചാടുക എന്നല്ലാതെ വേറെ ഓപ്ഷനൊന്നും ഉണ്ടായി കാണില്ല. അതിനർത്ഥം കൊലവിളി വിളിച്ചുകൊണ്ട് പുറകിനെ ചെന്നു, അവനെ എടുത്ത് ചാടിച്ചു എന്നങ്ങ് വായിച്ചെടുക്കുന്നത് ആ സ്ക്രിപ്റ്റും ശരിയായ സ്ക്രിപ്റ്റ് അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനൊരു മറുവാദം കൂടി നമുക്ക് പറയാം. അങ്ങേക്ക് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നത്? ശ്രീ എം കെ ഹരിദാസ്, അങ്ങേക്ക് ഇത് ഈ ഡോക്ടർ ജയരാജിന്റെ പ്രതികരണം കേൾക്കുമ്പോൾ എന്താണ്? അദ്ദേഹം പത്തനാപുരത്തുകാരൻ, ഒരു കുത്തക മുതലാളിയുടെ ചാരനായി വന്നുകൊണ്ട് എടപ്പാളിലെ CITU തൊഴിലാളികളെ കരിവാരിത്തേക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ എന്നുള്ളത് നമ്മൾ ഭാഗ്യമായിട്ട് കരുതുക. എന്റെ പ്രതീക്ഷ അല്ലാതെ എന്താ പറയുക. ഈ ഫാൽക്കൺ മുഹമ്മദ് കുട്ടിയെ പ്രതീക്ഷനറിയും, ശ്രീ ജയരാജനും അറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം എല്ലാ കാലത്തും ഒരു ഇടതുപക്ഷക്കാരനായിരുന്നു. ഞാൻ എറണാകുളത്ത് വന്നിട്ട് 30 കൊല്ലം, എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചു പോകുന്നത് കേരള ഹൈക്കോടതിയുടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉത്തരവോട് കൂട്ടാണ് ജീവിച്ചു പോകുന്നത്. അദ്ദേഹം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഈ പുറമേ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് അതായത് പേ പാർക്കിംഗ് ഒരുക്കിയിട്ട് അവിടെ പൈസ മേടിക്കുക, ഈ ഡ്രൈവർമാർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതിനെതിരായിട്ടുള്ള ഏലൂർ പഞ്ചായത്തിന്റെ ഈ CITU തൊഴിലാളികളുടെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോ ഇത് ഈ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെ ഈ CITUവിന്റെ ഇത്തരത്തിലുള്ള ഏതൊരു പെട്ടിക്കടക്കാരനാവട്ടെ, ഞാൻ നേരത്തെ CITU എന്ന് പറഞ്ഞിട്ട് ഞാനത് തിരുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തൊഴിലാളി യൂണിയനുകൾ എന്ന് ഞാൻ തിരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നെ വ്യക്തിപരമായിട്ട് ബാധിച്ചിട്ടുള്ള പ്രശ്നത്തിൽ ഞാൻ എടുത്തു പറയുന്നു, ഞാൻ അറിഞ്ഞിടത്തോളം CITU തൊഴിലാളികളുടെ ഈ കാര്യത്തിലുള്ള അഗ്രസീവായിട്ടുള്ള പൊതുജനങ്ങളോടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെറുകിട സംരംഭകരോടുള്ള പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് മാതൃസംഘടന ഇടപെടേണ്ട സമയം അങ്ങേയറ്റം അതിക്രമിച്ചിരിക്കുകയാണ്. ശ്രീ ജയരാജന് അറിയോ, ഇവിടെ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ള ഒരു സ്ഥലത്ത് അവിടെ ഈ വെണ്ടുരുത്തി പാലം വരെ ഒരു നിയമമാണ് തൊഴിലാളി യൂണിയനുകൾക്ക്. വെണ്ടുരുത്തി പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭൂതക്കൂലി കൊടുക്കണം ലോറിക്കാർ വന്നു കഴിഞ്ഞാൽ. എന്തിനാണെന്നറിയോ, പുലർച്ചെ വണ്ടി ഓടിച്ച് ലോറിക്കാര് ഈ ഐലൻഡിന്റെ ഉള്ളിലത്തെ, നമ്മൾ പറയില്ലേ, ഐലൻഡിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഉടനെ തന്നെ ഒരു CITUക്കാരനോ അല്ലെങ്കിൽ ഒരു INTUCക്കാരനോ വന്നിട്ട് കാവലിരിക്കും ആ വണ്ടിക്ക്. എന്തിന്? ഡ്രൈവർ ആ വണ്ടിയുടെ ക്യാബിനിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിനാണ് ഭൂതക്കൂലി, കെട്ടുകൂലി. അതായത് വണ്ടിയിൽ ചരക്ക് കയറ്റിയിട്ട് കെട്ടുന്നത് നോക്കി നിൽക്കുകയാണ്. കെട്ടുക ഡ്രൈവറാണ്. കാരണം ഇവര് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കെട്ട് ഡ്രൈവർക്ക് ബോധ്യപ്പെടില്ല, അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ചരക്കാണ്. അപ്പൊ കെട്ടുകൂലി കൊടുക്കണം, ഹമ്മാലി കൊടുക്കണം. പുറമേ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ ഇവിടെ എത്തിയാൽ ചരക്കുകൂലിക്ക് പുറമെ ഹമ്മാലി. അതൊരു സമയം വന്നിരിക്കുന്ന ഒരു ഇടവേള എടുത്ത ശേഷം നമുക്ക് തിരികെ എത്താം. അതിവേഗം ചർച്ചയിലേക്ക് തിരികെ. ശ്രീ രോഹിത്, ചങ്ങരംകുളം പോലീസാണ് ഇവിടെ കേസ് എടുത്തിരിക്കുന്നത്. ആ കേസിൽ മനഃപൂർവ്വം മർദ്ദിക്കുക, സംഘം ചേർന്ന് ആക്രമിക്കുക, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, അസഭ്യം പറയുക തുടങ്ങിയ വകുപ്പുകൾ ഇട്ടിട്ടുണ്ട്. ഒന്നും കാണാതെ പോലീസ് ഇത്തരം വകുപ്പുകൾ ചുമത്തുമോ? അതോ നേരത്തെ ജയരാജ് പറയുന്നത് എന്താണ്, പാനിക്കാകുന്ന ഒരു സിറ്റുവേഷൻ, പെട്ടെന്നൊരു റൂട്ട് മാർച്ച് പോലെ ആളുകൾ വരുമ്പോൾ പാനിക്കായി ഓടിക്കയറി ചിതറി ഓടിയേക്കാം ഇവരെ പേടിച്ച്. അപ്പോൾ വരുന്ന ഏതോ ഭീകരജീവികളാണെന്ന ബോധ്യത്തിൽ പാനിക്കായി ഓടി പോയേക്കാം, മാറിയേക്കാം. അങ്ങനെയാണോ സംഭവിച്ചത്? അങ്ങനെ ഒരു ന്യായീകരണത്തിന് ഒരു സാധ്യത എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇവിടെ വളരെ ഇടതുപക്ഷ സംഘടനയുടെ ഒക്കെ മുഖം വളരെ വികൃതമായിട്ട് നിൽക്കുമ്പോൾ പോലും ജയരാജനെ പോലെയുള്ള ഒരു ഇടതുപക്ഷ പ്രതിനിധി മാധ്യമങ്ങളെ പഴിയായിരിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളുടെ മൊത്തത്തിലുള്ള വാർത്തകൾ പരിശോധിക്കുമ്പോൾ അതൊക്കെ ഇടതുപക്ഷ വിരുദ്ധത നിറഞ്ഞ വാർത്തകളാണ്, ഇതൊന്നും ശരിയല്ല എന്ന തരത്തിലുള്ള ന്യായീകരണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് വളരെ ലാഘവത്തോടു കൂടി ഈ വിഷയത്തെ അദ്ദേഹം കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടെ പരിക്ക് പറ്റിയ ഷാജഹാന്റെ മനോനില പരിശോധിക്കണമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഓടി കയറാൻ പോടോ, അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു വലിയ മോബ് ഇങ്ങനെ ഓടി വരുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഓടിക്കയറിയിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനോനില പരിശോധിക്കണം എന്ന തരത്തിലുള്ള ഒരു ന്യായീകരണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്.
ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പോൾ ഇന്നലെ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ നേതാവ് ഇവിടെ തോമസ് ഐസക് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് നിങ്ങളൊന്ന് വായിക്കണം. അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടുമുള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നു. ഇത് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും കാണാം, അത് CIT-യിലും കാണുന്നുണ്ട്. ജനങ്ങളോട് എപ്പോഴും വിനയത്തോടു കൂടി പെരുമാറണം. എന്ത് വിനയമാണ് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരിൽ നിന്ന്, പ്രത്യേകിച്ച് CIT-നെ പോലെ SFI-ക്കാരിൽ നിന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്? എന്ത് വിനയമാണ് ഇവർക്കുള്ളത്? ഒരു തൊഴിലിടത്തിൽ അധ്വാനിച്ച് പണിയെടുക്കുന്ന ആളുകൾക്ക് നേരെ പോലീസിന്റെ FIR-ൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ആയുധങ്ങളുമായി ട്യൂബ്ലൈറ്റുമായി ഒരു സംഘം വന്ന് ആക്രമിച്ചു എന്ന് കൃത്യമായി പറയുകയാണ്. ഒരു മരണഭയം ഉണ്ടായി എന്ന് പറയുന്ന മൊഴി ഉണ്ടെങ്കിൽ മാത്രം മതി ഒരു ഇവിടെ വധശ്രമത്തിന് കേസെടുക്കാൻ. അങ്ങനെ ഒരു FIR-ൽ ഗുരുതരമായിട്ടുള്ള ഇത്തരം വകുപ്പുകൾ ചേർത്തുവാൻ ഈ സമയം വരെയായിട്ട് ഇവർക്ക് തയ്യാറായിട്ടുണ്ടോ? ഞങ്ങൾ പരിശോധിച്ചതാണ്. ചങ്ങരംകുളം പോലീസ് ഇട്ടിരിക്കുന്ന FIR-ൽ ഉണ്ടായിരിക്കുന്ന വകുപ്പുകൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പരിശോധിക്കുക. ഞങ്ങൾ അന്വേഷിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇവിടെ വധശ്രമവുമായി ബന്ധപ്പെട്ട് ഒരു വകുപ്പ് പോലും ചേർക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. മറിച്ച് ദുർബലമായ വകുപ്പ് ചേർത്തുകൊണ്ട് CIT-യുടെ കണ്ടാൽ അറിയാവുന്ന ആളുകളെന്നാണ് ഇപ്പോഴും പറയുന്നത്. ഈ ഷാജഹാൻ ഉൾപ്പെടെ ആ സ്ഥലത്തുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ, ഈ പിതാവിനും ഈ ഷാജഹാനും ഈ പറയുന്ന കെട്ടിട ഉടമ പോലും ഈ സംഭവത്തിന് ശേഷം ഈ പോലീസ് നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തെളിവ് നൽകുമെന്ന് താങ്കൾക്ക് കരുതാൻ കഴിയുമോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു നീതിയും ഇവിടെ ലഭിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ SFI-ക്ക് പ്രിൻസിപ്പൽമാരുടെ കാല് തല്ലി ഓടിക്കാമെന്ന് പറയാം, CIT-കാർക്ക് ബിൽഡിങ്ങിൽ നിന്ന് ആളുകളെ തല്ലിയിട്ട് കൊല്ലാം. ഇത് ഇവിടെ അനുസ്യൂതം നടക്കും. ഇവരതിനകത്തൊന്നും ഒരു നടപടി എടുക്കില്ല. ഇത് നടപടി എടുക്കേണ്ട ആഭ്യന്തര മന്ത്രി പറയാൻ പോകുന്നത്, ഇനി നമുക്കറിയാമല്ലോ തിങ്കളാഴ്ച നിയമസഭ നടക്കാൻ പോവുകയാണ്. നിയമസഭയ്ക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉയർന്നു വന്നാൽ അദ്ദേഹം പറയും അത് CIT നടത്തിയ ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു. പണി അറിയാത്ത ആളുകൾ അവിടെ പണിയെടുക്കുമ്പോൾ അവർക്ക് ആ പണിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി CIT-ന്റെ തൊഴിലാളികൾ വന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ സഹായ ഹസ്തമാണ് മുന്നോട്ട് വെച്ചത്. അതൊരു രക്ഷാപ്രവർത്തനമാണ് എന്നായിരിക്കും ഇനി വരാൻ പോകുന്ന നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിൽ ഉൾപ്പെടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാൻ പോകുന്നത്. പാർട്ടിയെ വലതുപക്ഷ മാധ്യമങ്ങൾ ദ്രോഹിക്കുകയാണ്. ഇന്ന് നോക്കൂ, ഇന്ന് പത്തനംതിട്ടയിലെ മറ്റൊരു സംഭവം നോക്കൂ. പാർട്ടി കൈകൊടുത്ത് സ്വീകരിച്ചിരിക്കുന്ന ഒരു മന്ത്രി, ഒരു ജില്ലയിലെ ഒരു മന്ത്രി, വനിതാ മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഒരു കാപ്പ കേസ് ചുമത്തപ്പെട്ട ഒരു പ്രതിയെയാണ് പാർട്ടിയിലേക്ക് അങ്ങനെ ചെങ്കൊടി കൊടുത്ത് സ്വീകരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വളരെ വിചിത്രമായ സിദ്ധാന്തമാണ് പറയുന്നത് അതിന് ന്യായീകരണമായി. എന്താണ് ഈ പാർട്ടിക്ക് സംഭവിക്കുന്നത്? ഒരു തിരുത്തലിൻ പ്രക്രിയ നടക്കുന്ന സമയത്ത് താഴെത്തട്ടിലേക്കടക്കം ആളുകൾക്ക് വിമർശനത്തിന് വിധേയമാക്കുന്ന തരത്തിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കാര്യങ്ങളാണ് സാധാരണ വിമർശനമാകുന്നത്. ഇത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങൾ കൂടി അങ്ങേയറ്റം പാർട്ടിയിലെ അണികൾക്ക് വിമർശിക്കത്തക്ക രീതിയിൽ ഓരോ ദിവസവും ഇട്ടുകൊടുക്കുകയല്ലേ? കഴിഞ്ഞ 2 മാസത്തിനു പ്രസിദ്ധമായൊരു പത്രത്തിൽ വാർത്ത വന്നു. ഏറ്റവും കൂടുതൽ വായനക്കാരുണ്ടെന്നൊക്കെ അഭിമാനിക്കുന്ന ഒരു പത്രമാണ്. അതിനകത്ത് വന്നത് ഒരു പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ചാക്ക് ചാരായം പിടികൂടി. അവിടെ എന്തിനാണ് ഈ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിൻ്റെ അപ്പുറത്തുനിന്ന് ഈ ചാരായം പിടികൂടിയത്? കണ്ടാൽ വിചാരിക്കും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നാണ്. ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ചില ആളുകൾ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പും അവരെന്ത് ചെയ്താലും തലയടിച്ച് പൊട്ടിച്ചാലും വാർത്തയല്ലാതിരിക്കുകയും കൂടോത്രം ചെയ്താലും വാർത്തയല്ലാതിരിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലർക്ക് ചില പ്രിവിലേജസ്. ഈ കൂടോത്രമായിരുന്നു ഇന്നലെ ഞങ്ങളുടെ സൂപ്പർ പ്രൈം ടൈം രാത്രി 1 മണിക്കൂർ ചർച്ച, അതുകൂടി ഓർമ്മിപ്പിക്കാം. അപ്പോൾ ചില ആളുകൾ അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ സ്വർണ്ണക്കള്ളക്കടത്തിൽ ആരോപണ വിധേയനായതിന്റെ പേരിൽ ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കി നിൽക്കുകയാണ്. ആ വാർത്ത കൂടി പറയണം ജയരാജൻ. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കി. നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ആത്മപരിശോധന തന്നെയാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള തിരുത്തലുകൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തിരുത്തൽ നടത്തുന്നതിനിടയിൽ, ആ തിരുത്തൽ റിപ്പോർട്ടിംഗ് നടക്കുന്നതിനിടയിൽ തന്നെ താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്നിടയിൽ ഞാൻ ഇടപെട്ടോ? മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക്
സംസാരിക്കാതിരിക്കുക? സാമാന്യ മര്യാദ അല്ല, കാണിക്കുക. മര്യാദക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. മര്യാദക്ക് താങ്കൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. താങ്കൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടപെട്ടോ? കേരളത്തിലെ നികുതി പണം കേരളത്തിലെ നികുതി പണമൊക്കെ നിങ്ങൾ ആങ്കർ ഇടപെടണം, എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. ശ്രീ രോഹിത് അല്ല, നിങ്ങൾ മര്യാദ പഠിപ്പിക്കരുത്. മര്യാദ പഠിപ്പിക്കരുത്. ഞങ്ങളുടെ വികാരം പങ്കുവയ്ക്കുമ്പോൾ ശ്രീ ജയരാജ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കാരണം പാർട്ടി കൂടി ഇടപെടേണ്ട വിഷയമായി ഇത് മാറുന്നുണ്ടോ? കാരണം CATUവിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് ഒരു ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ മാത്രം ജില്ലാ നേതൃത്വം ഈ സംഭവത്തെ അപലപിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഓരോന്നിങ്ങനെ ഓരോ ദിവസവും വരുമ്പോൾ അത് ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? അതൊരു വാർത്തയെ മാറുന്നതിനെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതിയോ? എവിടുന്നാണ് വാർത്ത ചോർന്നത്, അല്ലെങ്കിൽ എവിടുന്നാണ് ഇത് പുറത്തേക്ക് പോകുന്നത്, ആരാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് എന്ന കണ്ടെത്തലിന് അപ്പുറത്തേക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ചിന്തിക്കുന്നുണ്ടോ? അതെന്താണ് കാണിക്കാത്തത്? തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തികച്ചും ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് നടന്നത്. അതിൻ്റെ വരും വരായികളെ കുറിച്ച് അന്വേഷണം നടക്കട്ടെ, എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ നടന്നതെന്നുള്ളതിൻ്റെയൊക്കെ റിപ്പോർട്ട് വരട്ടെ. അതിനു മുമ്പ് നമ്മൾ എടുത്തു ചാടി ഈ ക്രൂശിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. പല കാര്യങ്ങളും AKG സെൻറ്ററിൽ ബോംബെറിഞ്ഞതിൻ്റെ കാര്യം താണ്ട് ഇപ്പോഴാണല്ലോ, 2 വർഷം കഴിഞ്ഞിട്ടാണല്ലോ തെളിഞ്ഞത്. അന്നിവിടെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് ആരെയൊക്കെ ആയിരുന്നു? IP ബിനുവിനെ പോലുള്ള തിരുവനന്തപുരത്തെ സഹാക്കളെ അതിൻ്റെ പ്രതിക്കൂട്ടിൽ നിർത്തി. ഇപ്പോൾ വെളിവായല്ലോ ആരാണ് ചെയ്തതെന്ന്, കൃത്യമായിട്ട് വെളിവായല്ലോ, എല്ലാ ആളുകൾക്കും മനസ്സിലായല്ലോ. അതുപോലെ അതിൻ്റേതായൊരു ടൈം കൊടുക്കൂ. എന്താണ് അവിടെ സംഭവിച്ചത്? CITU പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇടപ്പാൾ എന്ന് പറയുമ്പോൾ ഇടപ്പാൾ ഓട്ടത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓട്ടമാണ്. സംഘപരിവാറുകാർ ഓടിയതൊക്കെ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വാർത്തയായ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇടപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ഓട്ടവും ചാട്ടവും ഒന്നും പുതിയ സംഭവങ്ങളൊന്നും അല്ല. ഒരു ജനസമൂഹം മുഴുവൻ ഓടിപ്പോകുന്നതൊക്കെ കണ്ടതാണ്, എല്ലാ ആളുകളും കണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ തീർച്ചയായിട്ടും ഇങ്ങനെ പ്രത്യേകിച്ച് കോർണർ ചെയ്യുന്ന പോലെ തോന്നുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് 99% സോഷ്യൽ മീഡിയ എടുത്ത് നോക്കൂ. മുഖ്യധാര മാധ്യമങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല, അവർക്ക് അവരുടേതായ കോർപ്പറേറ്റ് അജണ്ടകളുണ്ടാവും, അത് അവർ നടപ്പിലാക്കിക്കോട്ടെ. അല്ലാതെ വരുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 99% ഇത്തരത്തിലുള്ള വാർത്തകളാണ്. ഇങ്ങനെ ഇതായത് ഗീബൽസിനേക്കാളും ഭീകരമായ രീതിയിലാണ് ഈ തന്ത്രം പ്രചരിപ്പിക്കുന്നത്. ഒരു നുണ 100 ആവർത്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാവുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് പോലെ. കാര്യം നമ്മളെല്ലാം ജീവിക്കുന്ന ഒരു പോസ്റ്റ് ട്രൂത്ത് ഇറയിലാണ്. അത് സ്പെഷ്യലൈസ്ഡ് ഫോക്കസ് ചെയ്തിട്ട് ഒരു ആംഗിളിൽ കൊണ്ടുവയ്ക്കുക, അതിനനുസരിച്ച് വാർത്ത ഉണ്ടാക്കുന്നതാണ്. ഇപ്പം രോഹിത് പറഞ്ഞതുപോലെ അടുത്ത ഇതെന്താണ് പറയുന്നത്, നിയമസഭയിൽ ഉന്നയിക്കാനുള്ള സമയമായിരുന്നു. ഇപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു അടുത്ത നിയമസഭയിൽ എന്ത് ഉന്നയിക്കണമെന്ന്. ഈ വിഷയം ഉന്നയിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതിന്റെ വിവക്ഷ ഈ അക്രമം ഈസ് ഈക്വൽ ടു രക്ഷാപ്രവർത്തനം എന്ന ഒരു നരേറ്റീവ് ഉണ്ടല്ലോ. അങ്ങനെയല്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിനിമാ ഡയലോഗ് അടിച്ച് ചിരിച്ച് കളിയാക്കി അതിന്റെ ഗ്രാവിറ്റി ഇല്ലാതാക്കും. അതൊക്കെയാണല്ലോ ഇപ്പോൾ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സഭ. അല്ല, കുറെ കേട്ടല്ലോ, കൈതോലപ്പായ കേട്ടു, സ്വർണ്ണ കള്ളക്കടത്ത് കേട്ടു, ED വരുന്നു, മറ്റ് അന്വേഷണ ഏജൻസി വരുന്നു. എന്നിട്ട് എന്തായി? കുറെ നാൾ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഇതല്ലായിരുന്നോ? ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. കമല ഇന്റർനാഷണൽ എവിടെ പോയി? പിണറായി വിജയന്റെ വലിയ വീട് അവിടെ പോയി? ഇതൊക്കെ അപ്രത്യക്ഷമായ സോഷ്യൽ മീഡിയയിൽ നിന്ന്. മെയിൻ മീഡിയ ഇത് ക്യാരി ചെയ്തിട്ടില്ലേ ഇത്തരം വാർത്തകൾ? എന്നിട്ട് അതിനെതിരെ തിരുത്തു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു തിരുത്ത്. ഈ തിരുത്തൽ എല്ലാവർക്കും വിമർശനവും വേണം, സ്വയം വിമർശനവും വേണം. എല്ലാ ആളുകളും അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണം. ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനത് വിമർശിക്കാൻ തയ്യാറാവണം. കൈതോല പായയിൽ ഇല്ലാത്ത ഒരു ടൊയോട്ട കാറ്, അന്ന് ടൊയോട്ട ഇന്നോവ ഇറങ്ങിയിട്ടില്ല, അതിനകത്ത് പൊതിഞ്ഞുകൊണ്ട് പോയെന്ന് 24 മണിക്കൂർ എല്ലാ വാർത്താ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നയാ. ഒരു മുൻ ദേശാഭിമാനി ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ ആ വാർത്തയൊക്കെ എവിടെ പോയി? ലക്ഷക്കണക്കിന് രൂപ ചുരുട്ടിക്കൊണ്ടുപോയി. നമ്മൾ പണ്ട് സൂര്യയൊക്കെ പിടിക്കുമ്പോൾ ആളുകളെ ശവം പൊതിഞ്ഞ് കൊണ്ടുപോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ആ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. തഴവ കരുനാഗപ്പള്ളി കൊല്ലത്തുനിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് കൈതോലപ്പായ കുട്ടികളെ കിടത്താനായിട്ട് ഉപയോഗിക്കും. ഇതേണക്കുള്ള അപകടകരമായ സന്ദർഭങ്ങളിൽ പക്ഷേ നോട്ട് ചുരുട്ടിയെടുക്കാൻ സൂട്ട് കേസും ബ്രീഫ് കേസും ഒക്കെ ഉള്ള ഈ കാലത്ത് കൈതോലപ്പായയിൽ ചുരുട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ടൊരു സാധനം ഉണ്ടാക്കി ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ബിരിയാണി ചെമ്പ്, പിന്നെ ഖുർആൻ, പരിശുദ്ധ ഖുർആനകത്ത് കൊണ്ടുവന്നു, ഈന്തപ്പഴ കുരു, എവിടെയാണ് പാർട്ടിയോടെ വളരെ വിശ്വസ്തരായി നിന്ന ആളുകൾ തന്നെ വന്ന് പറയുമ്പോൾ അവരെ കോട്ട് ചെയ്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക സ്വാഭാവികമാണ്. താങ്കൾ പറഞ്ഞല്ലോ കൂടുപത്രത്തിന്റെ കാര്യം. ഏറ്റവും ഒടുവിലായി വരുന്ന ആ പാർട്ടിയിലെ അന്തചിത്രങ്ങളെ അത് UDF-ന്റേതായാലും BJP-യിൽ അതാത് മറ്റ് മാധ്യമങ്ങൾക്കൊപ്പം തന്നെ മാതൃകയുടെ കാര്യം പറയുകയാണ്. അത് റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്ത് തന്നെ പോവുകയും ചെയ്യും. എന്തായാലും ഇക്കാര്യത്തിൽ താങ്കളുടെ നിലപാട് വ്യക്തമാണ്. അവസാനമായി ഈ രാഹുൽ, രോഹിത്, ഇതൊരു പൊതു പ്രശ്നമാണ്. കാരണം അവിടെ നിങ്ങൾക്കും ഒരു INTUC എന്ന സംഘടനയുണ്ട്. അപ്പോൾ ഈ നോക്കുകൂലി വിഷയത്തിലൊക്കെ തന്നെ
വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. ഒരാൾക്ക് ആക്രമിക്കപ്പെട്ടതിനൊപ്പം തന്നെ നാളെ ഇതുണ്ടാകാതിരിക്കുകയും വേണം. ഇതിനെതിരെ വലിയ രീതിയിൽ അപലപിക്കുകയും ശക്തമായ നിയമ പോരാട്ടങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണിത്. ആ നിലയ്ക്ക് നിങ്ങൾ കൂടി അവിടെ റോളുണ്ട്. മറുപടി. അല്ല, ഞങ്ങൾ കേരളത്തിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് നടപടി എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളും അതുപോലെ തന്നെ നിയമസഭയിൽ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ജയരാജോട് പറഞ്ഞല്ലോ, ഞങ്ങൾ വരാൻ പോകുന്ന നിയമസഭയിൽ ഇത് ഉയർത്തുമെന്ന്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു സാധാരണ പൗരനെ സംബന്ധിച്ച് അവൻ്റെ ജീവൽ പ്രശ്നം എന്ന നിലയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും നിയമസഭയിൽ ഞങ്ങളിത് ഉയർത്തും. പക്ഷെ പ്രശ്നം എന്താണ്? പ്രതിപക്ഷവും കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും ഉന്നയിക്കുന്ന വിഷയത്തിൽ ഈ ഗവൺമെൻറ് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നാണ്. ഞങ്ങളെ തല്ലണ്ട അമ്മാവ, ഞങ്ങൾ നന്നാവില്ല എന്ന് പറയുന്ന ഒരു സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. നിങ്ങൾ ഇനി എന്തുമാത്രം ഞങ്ങളെ വിമർശിച്ചാലും മാധ്യമങ്ങൾ എങ്ങനെയൊക്കെ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾ തിരുത്തുവാൻ തയ്യാറല്ല, ഞങ്ങൾ മാറാൻ തയ്യാറല്ല. ഞങ്ങൾ ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നുള്ള സമീപനം ഒരു ഗവൺമെൻറ് സ്വീകരിച്ചാൽ എന്ത് ചെയ്യും? അതിനുള്ള തിരിച്ചടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇവരുടെ ഈ തരത്തിലുള്ള തോന്നിയവാസങ്ങൾക്കും അതുപോലെ തന്നെ ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ ഏറ്റിരിക്കുന്ന ഏറ്റവും വലിയ കനത്ത പ്രഹരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അപലപിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒരു കുടുംബത്തിന്റെ ഒരു ആശ്രയമാണ് ഇപ്പോൾ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നത്. CAT-കാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടി കണ്ട് മേലിത് ആവർത്തിക്കാതിരിക്കാൻ തക്ക രീതിയിൽ പാർട്ടി കൂടി ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. ഡോക്ടർ B. ജയരാജ്, MK ഹരിദാസ്, രോഹിത്, വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്നതിന്.